Good evening. Good evening. Good Good evening. evening. Good Good evening. evening, miss. Good evening, ma'am. Good evening. Good evening, ma'am. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ അവിടെ? Good evening, ma'am. മഴ എങ്ങനെയുണ്ട്? ഇപ്പൊ ഉണ്ടോ മഴ? Yes, ma'am. ഭയങ്കര ഇപ്പൊ മഴ. കുറഞ്ഞു മാം. അതല്ലേ, കുറഞ്ഞു. ഭയങ്കര മഴയായിരുന്നല്ലേ? ഇവിടെ ഇപ്പൊ ഇത്തിരി കുറവാണ്. ഇപ്പൊ മഴയില്ല. ഇപ്പൊ എപ്പോഴാണെന്നറിയില്ല. ഏ ഇവിടെ ഇടവിട്ട് നല്ല മഴയാ. അതെ അല്ലേ? എല്ലായിടത്തും ഉണ്ട്. പെയ്യുന്ന മഴയാണെങ്കിൽ നല്ല പെയ്യണ ആ സമയത്ത് നല്ല വെള്ളമുള്ളത്, നല്ല മഴ ആ സമയം ആണ്. കാറ്റും നല്ല എല്ലാവരും ജോയിൻ ചെയ്യട്ടെ കേട്ടോ. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തിട്ടോ കേട്ടോ. ഓക്കെ മാം. ഒരു 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാല്. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാകും അല്ലെ? അപ്പോ the last class, the former class, I have studied about in which portion I have studied adjective. അപ്പോ adjective എന്ന് പറയുന്നത് എന്താണ്? What is the adjective? Define or modify say noun. Define or modify a noun or pronoun. ഒരു നൗണെയോ ഒരു പ്രോനൗണിനെയോ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ന് പറയുന്ന adjective എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു പേഴ്സ് എടുക്കണം അല്ലെ? ഈ ഒരു എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത്? എന്റെ കയ്യിലിരിക്കുന്നത് എന്താണിത്? Purse. ദിസ് ഇസ് എ അല്ലെ? ഒരു വാലറ്റ് എന്നോ അല്ലെങ്കിൽ പേഴ്സ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ബോക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അല്ലെ? അപ്പോ ഞാൻ എന്ത് ചെയ്യണേ, എന്റെ കയ്യില് ഇപ്പോ എന്തുണ്ട്? ഒരു ബുക്കുണ്ട്, ഒരു പേഴ്സ് ഉണ്ട് അല്ലെ? ഒരു ബുക്കും ഒരു എന്തുണ്ട്? ഒരു പേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഒരെണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടേബിളിൽ വെക്കുന്നു. ഈ ബുക്ക് ഞാൻ മറ്റേ ടേബിളിൽ വെക്കുന്നു. മനസ്സിലായോ? എന്താ ചെയ്യുന്നത്? എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ? ഒരു പേഴ്സ്. ഇതിപ്പോ എന്ത് കളറാണ് ഈ പേഴ്സ് എന്ന് പറയുന്നത്? റോസ് കളറാണല്ലേ? ഇത് റോസ് കളർ ആയിട്ടുള്ള ഒരു പേഴ്സ് ഞാൻ എവിടെ വെക്കുകയാണ്? ഒരു ടേബിളിൽ വെക്കുന്നു. ഒരു ബുക്ക് അല്ലെ? ഈ ബുക്ക് എന്ത് കളറാണ്? ഗ്രീൻ ആണ് അല്ലെ? ഗ്രീൻ കളറാണ്. ഈ പേഴ്സിനേക്കാളും എന്താണ്? വലുതാണ് അല്ലെ? ആ വലുത് എന്ത് ചെയ്യണം? ഞാൻ അതർ ടേബിളിൽ വെക്കുകയാണ്, വേറൊരു ടേബിളിൽ എടുത്ത് വെക്കുകയാണ് അല്ലെ? അങ്ങനെ വെക്കുമ്പോൾ എന്തെന്നായിരിക്കും? അപ്പോ എന്തായിരിക്കും നമ്മൾ പറയാ?
ഒരെണ്ണം എന്താണ് വൺ ഓഫ് ദം ഇസ് പിങ്ക് ആൻഡ് സ്മോൾ അല്ലെ, പിങ്ക് ആണ് സ്മോൾ ആണ്. അതർ ഈസ് എന്താണ് മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, ഈ ബുക്ക് എന്ന് പറയുന്നത് ലാർജ് ആൻഡ് ഗ്രീൻ ആണ്. ഓക്കെ ഓക്കെ ആണോ? ഇത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഞാൻ വെക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, വിച്ച് വൺ ഈസ് ലാർജ്? ഏതാണ് ഇതിനകത്ത് ലാർജ് ആയിട്ടുള്ളത്? Green. അപ്പൊ എന്ത് പറയണം? ദ ഗ്രീൻ എന്താണിത്? ഗ്രീൻ എന്താണ്? Book. ദ ഗ്രീൻ ബുക്ക് ഈസ് Large. ദ ഗ്രീൻ ബുക്ക് ഈസ് ലാർജ് അല്ലെ. അപ്പൊ ഇതാണ് അല്ലെ, ഗ്രീൻ ബുക്കാണ് ലാർജ് എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് വിച്ച് വൺ ഈസ് സ്മോൾ? ഇതിനകത്ത് വിച്ച് വൺ ഈസ് സ്മോൾ? Rose purse is small. അല്ലെ, ദാറ്റ് പേഴ്സ് ഈസ് അല്ലെ, ദാറ്റ് പിങ്ക് പേഴ്സ് ഈസ് സ്മോൾ അല്ലെ. ആ പിങ്ക് കളറിലെ പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ ആണെന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ തന്നെ ഒരു ഉദാഹരണം, നിങ്ങൾ തന്നെ രണ്ടുപേരും കൂടെ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരും ഒരാൾ എന്താണ് ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങള് പറഞ്ഞോളൂ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഒരു സ്മോളും അല്ലെങ്കിൽ ടോളും ആയിട്ടുള്ളത്, ലാർജും സ്മോളും ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചിട്ട് മറ്റൊരാളോട് ചോദിക്കാം. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ചോദിക്കുന്നത്? ആരാ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളത്? Safia, are ready to on the video? നോക്കട്ടെ, വീഡിയോ ഓൺ ചെയ്യാം. നോക്കൂ. ഓക്കെ സഫിയ. പേന. അപ്പൊ സഫിയ ഇപ്പൊ സഫിയ ആരാണ്? ഇപ്പൊ സഫിയ ടീച്ചറാണ് അല്ലെ, ടീച്ചറായിട്ടിരിക്കുന്നു. ഒരു കുട്ടി മുബീന ഒന്ന് ഓൺ ചെയ്യൂ വീഡിയോ. മുബീനയ്ക്ക് ഒരു ലാർജും സ്മോളും ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു കാണിച്ചു കൊടുക്കാം. അപ്പൊ പറയാം. അപ്പൊ അതെന്താണ്? കളേഴ്സ് ഉണ്ടോ? കളറുള്ള എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മുബീനയുടെ കയ്യിലുണ്ട് കളറുള്ള പെൻസിൽ അല്ലെ. ഇനി ഒരു സ്മോൾ പെൻസിലോ എന്തെങ്കിലും ഉണ്ടോ മുബീനയുടെ അടുത്ത്? ഒരു പില്ലോ ഉണ്ട്, പിങ്ക് പില്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി സഫിയ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്ക്, വിച്ച് വൺ ഈസ് ലാർജ് ചോദിക്ക്. പില്ലോ ഈസ് ലാർജ്. എങ്ങനത്തെ പില്ലോ ആണ് ലാർജ് എന്ന് പറയേണ്ടത്? റോസ് പില്ലോ അല്ലേ? റോസ് പില്ലോ ഈസ് ലാർജ്. മനസ്സിലായോ? റോസ് പില്ലോ ഈസ് ലാർജ്. ഇനി ചോദിക്കും മുബീന, ഏതാണ് ചെറുതെന്ന് നോക്കി. Which one is small? Blue pencil is small. The blue pencil is small അല്ലേ അത്? മറ്റേന്ന് വെച്ചാൽ സ്മോൾ ആണ് അല്ലേ? The blue pen is small അല്ലെങ്കിൽ the blue pencil is small. ഓക്കെ, മനസ്സിലായില്ലേ ഇപ്പൊ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ വീഡിയോ ഓഫ് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ അതില് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു അല്ലെ, ലാർജ് ഏതാണ് സ്മോൾ ഏതാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു?
അത് ഐഡന്റിഫൈ ചെയ്തു. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്ലവർ അല്ലെ? ഫ്ലവർ അല്ല, നമ്മൾ ഒരു പില്ലോ കാണിച്ചു, ഒരു പെൻ കാണിച്ചിട്ട് നമ്മൾ ചോദിച്ചു ഇതിനകത്ത് ലാർജ് ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ സഫിയ എന്താണ് ആൻസർ പറഞ്ഞത്? സഫിയ പറഞ്ഞ ആൻസർ എന്താണ്? ശരണ്യ എന്ത് ആൻസർ ആണ് സഫിയ പറഞ്ഞത്? The pink pillow is large. പിങ്ക് പില്ലോ അല്ലെ? അപ്പൊ ശ്രദ്ധിക്കാം, എന്തെന്നാ പറഞ്ഞത്? പിങ്ക് പില്ലോ അല്ലെ? അപ്പൊ അവിടെ പിങ്ക് പില്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ പില്ലോയെ നമ്മൾ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? Noun. പില്ലോ എന്തായിട്ട്, എന്ത് കളറുള്ള പില്ലോണ്? എന്ത് കളറുള്ള പില്ലോണ് അത്? പിങ്ക് അല്ലെ? അപ്പൊ പില്ലോ എന്ന് പറയുന്ന നൗൺ. മനസ്സിലായോ? ഞാൻ എന്താണ് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ആരെങ്കിലും കാണാൻ പറ്റില്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയണം. എന്നെ കാണില്ല കേട്ടോ. ഇടയ്ക്ക് എന്നെ കാണാതെ പോകും. കാണുന്നുണ്ടോ? വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? അപ്പോ ഓക്കെ. പിങ്ക് പില്ലോ എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ പില്ലോ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ് ഇവിടെ. പില്ലോ എന്നത് നൗൺ ആണ്. ഈ നൗണിനെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്തായിട്ടാണ്? പിങ്ക് അല്ലെ? അതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഏതാണ്? പിങ്ക് എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പില്ലോ എന്നുള്ളതാണ് ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഇല്ലേ? മനസ്സിലായില്ല? മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി അല്ലെ? അപ്പൊ പില്ലോ പിങ്ക്. ഇപ്പൊ അവിടെ എന്ത് പറഞ്ഞു? ഇനി വേറെന്താ ഒരെണ്ണോട് കാണിച്ചിട്ട് എന്താ പറഞ്ഞത്? എന്തായിരുന്നു അത്? മുബീന കാണിച്ച എന്തായിരുന്നു? ബ്ലൂ പെൻ അല്ലെ? ബ്ലൂ പെൻ. ഇവിടുത്തെ നൗൺ ആരാണ്? ബ്ലൂ. അല്ല ബ്ലൂ പെൻ എന്നല്ല, ഇവിടുത്തെ നൗൺ ആരാണ്? ഈ ബ്ലൂ പെന്നിലെ നൗൺ ആരാണ്? നൗൺ ഏതാണ്? ബ്ലൂ നൗണാണ്. ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അഡ്ജക്റ്റീവ് ഏതാണ് ഇവിടെ? അഡ്ജക്റ്റീവ് ഏതാണ് ഇവിടെ? ബ്ലൂ. മനസ്സിലായോ? അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബ്ലൂ ആണ്. പെൻ എന്ന് പറയുന്നതാണ് ഇവിടത്തെ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ? മനസ്സിലായില്ലേ? ഇത്ര മനസ്സിലായോ ഇല്ലേ? മനസ്സിലായി അല്ലേ? ഇനി രണ്ട് കുട്ടികളുണ്ട് കേട്ടോ. ഇതെന്താണ്? ഇതിവിടെ ഒന്നാണ് രാധ എന്ന് പറയുന്ന ഒരു കുട്ടി. രാധയ്ക്ക് ഇത്തിരി പൊക്കമൊക്കെ കൂടുതലാണ് കേട്ടോ. ഇത് എന്താണ്? രാധ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണിത് കേട്ടോ. ഇത് ആരാണിത്? രാധ. ഇനി വേറൊരു പെൺകുട്ടിയുണ്ട് കേട്ടോ. അവളുടെ പേരാണെന്താണ്? എന്താണ്? ഋത ആൻഡ് രാധ അല്ലെ? ഋതയ്ക്ക് എന്താണ്? വിച്ച് ചോദിക്കാം. വിച്ച് ഓഫ് ദിസ് ഗേൾ ഈസ് ടോൾ? വിച്ച് ഓഫ് ദീസ് അല്ലെ? എന്റെ ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ഓഫ് ദീസ് അല്ലെ? വിച്ച് ഓഫ് ദീസ് ഗേൾ ഈസ് ടോൾ? ഇതിൽ ഏത് കുട്ടിയാണ് ടോള്? രാധ. അപ്പൊ ഞാൻ ചോദിക്കേണ്, മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദിസ് ഗേൾ ഈസ് സ്മോൾ? ഋത അല്ലെ? അപ്പൊ നമ്മൾ ആൻസർ എന്താ പറയുന്നത്? രാധ എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയോ? വിച്ച് ഓഫ് ദീസ് ഗേൾ ഈസ് ടോൾ എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? ആ കുട്ടീനെ കൊണ്ട് നമ്മൾ എന്ത് പറയിപ്പിക്കണം? രാധ ഈസ് ടോൾ.
രാധ ഈസ് എ എന്ത് പറയണം ഉത്തരം? ആ, രാധ ഈസ് എ ടോൾ ഗേൾ അങ്ങനെ പറയിക്കണം അല്ലെ. ഇനി ഹൃദയെ കുറിച്ച് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും ആ കുട്ടിയോട്? ഹൃദയെ കുറിച്ച് നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്ന കുട്ടിയോട്? Which of these ആ, വിച്ച് ഓഫ് ദിസ് ഗേൾ ഈസ് ഷോർട്ട് അല്ലെ, അല്ലെങ്കിൽ സ്മോൾ എന്ന് ചോദിക്കാം അല്ലെ. വിച്ച് ഓഫ് ദിസ് സ്റ്റാൾ ഷോർട്ട് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദിസ് ഗേൾ ഈസ് ഷോർട്ട്. അപ്പൊ എന്ത് ഉത്തരം ആൻസർ ആ കുട്ടി എന്ത് ആൻസർ പറയണം? നമുക്ക് എന്ത് ആൻസർ ആ കുട്ടി തരും? Rida is short girl. ആ, റിത ഈസ് എ ഷോർട്ട് ഗേൾ അല്ലെ. മനസ്സിലായോ ഇപ്പൊ? മനസ്സിലായോ ഇപ്പൊ? മാം മനസ്സിലായോ? ഓക്കെ. ഇനി ആർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മള് അപ്പൊ പിങ്ക്, പിന്നെ എന്തൊക്കെയാണ്? ഗ്രീൻ, ബ്ലൂ, ടോൾ, സ്മോൾ അല്ലെ. ഈ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചോ ഇതിനകത്ത് അല്ലെ? തുടങ്ങിയിട്ടുള്ള വാക്കുകളിലൊക്കെ അത് എന്തിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നു? ദാറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ എ പേഴ്സൺ അല്ലെ, ഒരു പേഴ്സണെ അല്ലെ, അല്ലെങ്കിൽ ഒരു നൗണിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലെ. ദ പിങ്ക്, ഗ്രീൻ, ബ്ലൂ, ടോൾ, സ്മോൾ അല്ലെ, ഓൾ ഓഫ് ദം ദാറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ പേഴ്സൺ ഓർ എ നൗൺ അല്ലെ. ആ, പേഴ്സൺ എന്ന് വെച്ചാൽ എന്തെന്ന് വേറെന്തൊരർത്ഥം പറയാം? നൗൺ എന്ന് പറയാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഒരു നൗണിനെ ഒന്ന് ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ടോ മോഡിഫൈ ചെയ്യുന്നത് കൊണ്ടോ അത്തരം വേർഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സച്ച് ടൈപ്പ് ഓഫ് വേർഡ്സ് ആർ കോൾഡ് അഡ്ജക്റ്റീവ് അല്ലെ. ആ, അഡ്ജക്റ്റീവ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താണ് ആദ്യം ഒരു കുട്ടിയെ ചെന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പഠിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അഡ്ജക്റ്റീവ് എന്നുള്ളതല്ല ആദ്യം പഠിപ്പിക്കേണ്ടത്. എന്താണ് ആദ്യം പഠിപ്പിക്കേണ്ടത്? എങ്ങനെ ആദ്യം പഠിപ്പിക്കേണ്ടത്? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? എന്തിലേക്ക് പോവുക? ഉദാഹരണ സഹിതത്തിലേക്ക് അല്ലെ. ഉദാഹരണം, ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യില് രണ്ട് പൂക്കൾ വെച്ചിട്ട്, രണ്ട് പൂക്കൾ, ഒരു വലിയ പൂവും ചെറിയ പൂവും ഒരു ടേബിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആ കുട്ടിയോട് ചോദിക്കാൻ നിസിയ? എന്തൊക്കെ ചോദിക്കാം? വിച്ച് ഈസ് കളർ? കളറാണോ മോനെ? ഒരു ലാർജ് ഫ്ലവറും വെച്ചിരിക്കുന്നു ടേബിളില്, ഒരു സ്മോൾ ഫ്ലവറും ലിസിയയുടെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ലിസിയ അല്ലെ. അന്ന് സങ്കല്പിക്കുക, ലിസിയ അവിടെ കൊണ്ടുവന്ന് കുട്ടീനോട് എന്ത് ചോദിക്കും ലിസിയ? ഫസ്റ്റ് തന്നെ എന്താ ചോദിക്കും ലിസിയ? എന്ത് ചോദിക്കും? Which is this tall or short? അല്ല ലിസിയ, ഇവിടെ ടോളോ ഷോർട്ട് ആണോ? നമ്മുടെ ടോൾ എന്ന് പറയുന്നത് പൊക്കം കൂടിയത്, ഷോർട്ട് എന്ന് വെച്ചാൽ പൊക്കം കുറഞ്ഞതാണ് അല്ലെ. അതല്ലേ ലിസിയ? അപ്പോ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ലിസിയ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം വേണ്ട നമുക്ക് എന്ത് വേണം? ഒരു അറ്റൻഷൻ നമുക്ക് എന്തായാലും വേണം അല്ലെ. ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അറ്റൻഷൻ നമ്മൾ വേണം ആദ്യം. ഫസ്റ്റ് ടീച്ചർക്ക് വേണം അല്ലെ. അപ്പൊ ആ കുട്ടി എന്താ പറയുന്നത് എന്ന് കേൾക്കണ്ടേ നമ്മള്. അപ്പൊ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണ്? നമ്മള് ഫസ്റ്റ് കൊടുക്കുന്ന ആക്ടിവിറ്റി, ഒരു ടേബിളില് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ലാർജ് റെഡ് ഫ്ലവർ കൊണ്ടുവന്ന് വെക്കുന്നു. ഓക്കെ ലിസിയ, മനസ്സിലായോ? ഒരു ലാർജ് റെഡ് ഫ്ലവർ കൊണ്ടുവന്ന് വെക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു സ്മോൾ യെല്ലോ ഫ്ലവർ കൊണ്ടുവന്ന് ലിസിയ വെക്കുന്നു. ഓക്കെ ആയോ ലിസിയ? അപ്പൊ അവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട്? ടേബിളിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പോ ലിസിയ? ഒരു ലാർജ് ഫ്ലവറും ഒരു ലാർജ് എന്ത് കളറിലെ ഫ്ലവർ ആണ് അവിടെ ഇരിക്കുന്നത് ലിസിയ? കളർ ഞാൻ കേട്ടില്ല മാം. യെല്ലോ, സ്മോൾ യെല്ലോ. റെഡ് ആൻഡ് ലാർജ്, റെഡ് ലാർജ് കേട്ടോ. മനസ്സിലായോ ലിസിയ? യെസ്. അപ്പൊ രണ്ട് ഫ്ലവർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു കുട്ടിയോട് ലിസി എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക?
which this large flower? അങ്ങനെ ചോദിക്കണേ നല്ലത്. നമുക്ക് വേറെ വഴിക്ക് പോയി ചോദിക്കാൻ പറ്റില്ലേ? ശരണ്യ ഒന്ന് ശ്രമിച്ചു നോക്കിയേ, ലിസിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ എങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന്, ഒരു കുട്ടിയോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ വിച്ച് കറക്റ്റ് ആണ്. വിച്ച് large flower. വിച്ച് ഫ്ലവർ ഈസ് ലാർജ് ഫ്ലവർ എന്നല്ല, വിച്ച് ഫ്ലവർ ഈസ് ലാർജ് എന്തെന്ന് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? Which flower is large? Which flower is large? വിച്ച് ഫ്ലവർ ഈസ് ലാർജ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മുബീന എന്ന് പറയുന്ന കുട്ടി എന്ത് പറയും? Red flower is large. The red flower is large. ഓക്കെ ആയിപ്പോ? അങ്ങനെയാണെങ്കിൽ നിസിയ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ആ സ്മോൾ ഫ്ലവറിനെ കുറിച്ച് കുട്ടിയോട് എന്ത് ചോദിക്കും? Which flower is small? വിച്ച് ഫ്ലവർ ഈസ് സ്മോൾ അല്ലെ. അപ്പൊ ശരണ്യ എന്തുത്തരം പറയും? The yellow flower is small. The yellow flower is small. മനസ്സിലായില്ല ഇപ്പൊ കുട്ടിയോട് അല്ലേ? എന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്യണം? നിങ്ങള് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. സ്മോൾ, ലാർജ്, ടോള്, ഷോർട്ട് അല്ലെ. സ്മോൾ, ലാർജ്, ഷോർട്ട്, പിന്നെന്താണ് പിങ്ക് അല്ലെ, റെഡ്, യെല്ലോ, ഇതെല്ലാം തന്നെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. എന്തിനെ ആര് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയണം. Noun. That helps to identify. നേരെ അഡ്ജക്റ്റീവിലേക്ക് പോയിട്ട് that identify a noun അല്ലെ. ഒരു നൗണിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം കുട്ടിക്ക്. Adjective. അതിനെ എന്ത് വിളിക്കുന്നു എന്ന് പറയണം. അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ ആയിപ്പോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഞാൻ പറയാണ്, ദിസ് ഈസ് എ ബിഗ് ബുക്ക് ആൻഡ് ദാറ്റ് ഈസ് എ സ്മോൾ വൺ അല്ലെ. എന്റെ കയ്യില് 2 ബുക്ക് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോ എന്താണ്, എന്റെ കയ്യില് ഇതേപോലത്തെ 2 ബുക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. 2 ബുക്ക് ഉണ്ട്. ഇപ്പോ ഒരെണ്ണം എന്താണ്, ഒരെണ്ണം ലാർജ് ആണ് അല്ലെ. ഈ കാണുന്നത് ലാർജ് ആണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് ലാർജ് ബുക്കാണ്. ഇതെന്ത് ബുക്കാണിത്? ഇത് സ്മോൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ ഞാൻ പറയണ ദിസ് ഈസ് എ ബിഗ് ബുക്ക് എന്ന് ഞാൻ പറഞ്ഞു. ദിസ് ഈസ് എ ബിഗ് ബുക്ക് അല്ലെ. ഇത് വലിയ ബുക്കാണ്. ആൻഡ് ദാറ്റ് ഈസ് എ സ്മോൾ വൺ. എന്തെന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് എ സ്മോൾ വൺ. മനസ്സിലായോ? അപ്പൊ ഇതിനെ എന്ത് പറയാ, 2 ബുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ലാർജും ഒരെണ്ണം സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ആദ്യം എന്തിന്റെ കാര്യം പറയണം? ലാർജിന്റെ കാര്യം പറയണം അല്ലെ. അപ്പൊ ഇതെന്ത് എങ്ങനെ പറയണം നമ്മള്? This is a large book. This book is large. ദിസ് ഈസ് എ ലാർജ് ബുക്ക് എന്നോ ബിഗ് ബുക്ക് എന്നോ എന്ന് പറയാം അല്ലെ. ദിസ് ഈസ് എ ബിഗ് ബുക്ക് അല്ലെ, വലിയ ബുക്കാണ്. ദിസ് ഈസ് എ ബിഗ് ബുക്ക് ആൻഡ് എന്നിട്ട് ആൻഡ് ചേർക്കണം അല്ലെ. ആൻഡ് എന്ത് ചേർക്കണം? എന്ത് ഒരു അകലെയാണ് ഇരിക്കുന്നത് വിചാരിക്കും. ഒരെണ്ണം അകലെയാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറയണം? കയ്യിലല്ലേ ഇപ്പൊ. എന്റെ കയ്യിലാണെങ്കിൽ ദിസ് എന്ന് പറയാം അല്ലെ. ഞാനിത് ടേബിളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ, സ്മോൾ ടേബിളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എന്ത് പറയാം? അപ്പൊ എന്ത് പറയണം? ദാറ്റ് ഈസ് എ സ്മോൾ വൺ. ദാറ്റ് ഈസ് എ സ്മോൾ വൺ. ഓക്കെ ആയോ? അപ്പോ 2 ടോയ്സ്, ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ട്. 2 ടോയ്സിൽ ഒരെണ്ണം എന്താണ്, വലിയൊരു ടോയ് നിങ്ങളുടെ കയ്യിലുണ്ട്. ചെറുതൊരെണ്ണം ഒരു ടേബിളിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹാരിഫ എന്ത് പറഞ്ഞു കൊടുക്കും കുട്ടിക്ക്? This is a big ബിഗ്. നമ്മൾ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? toy.
ടോയ്. ദിസ് ഈസ് എ ബിഗ് ടോയ്. ഇനി മേശപ്പുറത്തിരിക്കുന്നതിനെ കുറിച്ച് കൂടി പറയണം. And that is a small one. സ്മോൾ വൺ കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ വീണ്ടും നമ്മൾ എന്തിനു പറയേണ്ട ആവശ്യമില്ല, ബുക്കെന്ന് വീണ്ടും എടുത്തു പറയേണ്ടത് ആവശ്യമില്ല അല്ലെ. അപ്പോ ഈ രണ്ട് സെന്റൻസിലും അല്ലെ, ഈ ബോക്സ് സെന്റൻസിലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതൊക്കെയാണ് ആൽഫ? This and that. ദിസും ദാറ്റും ഒക്കെയാണ് നമ്മള് ഉപയോഗിച്ചത്. പിന്നെ അല്ല, ദിസും ദാറ്റും ഓൾറെഡി ഓക്കെ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുകൂടാതെ നമ്മൾ രണ്ടെണ്ണം ബിഗ് ആൻഡ് സ്മോൾ, ബിഗും സ്മോളും അല്ലെ. ഈ ബിഗും സ്മോളും എന്താണ്? അത് രണ്ടും എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അഡ്ജക്റ്റീവ്സ് അല്ലെ രണ്ടും. അപ്പൊ നമ്മൾ ടോൾ അഡ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എന്താണ് ബിഗ് ആൻഡ് സ്മോൾ അല്ലെ, അതും അഡ്ജക്റ്റീവ് ആണ് അല്ലെ. പക്ഷേ ബട്ട് ഇൻ ദ ഫസ്റ്റ് സെന്റൻസ് അല്ലെ, പക്ഷേ ഫസ്റ്റ് സെന്റൻസില് ദീസ് വേർഡ്സ് ആർ പ്രെഡിക്കേറ്റീവ്ലി അല്ലെ, പ്രെഡിക്കേറ്റീവ് ആണ്. പ്രെഡിക്കേറ്റീവ്ലി ആൻഡ് ദ സെക്കൻഡ് ദേ ആട്രിബ്യൂട്ടീവ് അല്ലെ. ആൻഡ് സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആട്രിബ്യൂട്ടീവ് ആണ്. അത് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ഇതിനെ പ്രെഡിക്കേറ്റീവ് എന്നും ആട്രിബ്യൂട്ടീവ് എന്നും വിളിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആകും. അപ്പൊ ഞാൻ ഒന്നും കൂടി എന്റെ സ്ലൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോ കാണുന്നുണ്ടോ സ്ലൈറ്റ്? ഓക്കെ അല്ലേ? കാണുന്നുണ്ടല്ലോ. അഡ്ജക്റ്റീവിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം കേട്ടോ. അഡ്ജക്റ്റീവ് എന്നതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്നും രണ്ടാമത്തത് പ്രെഡിക്കേറ്റീവ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? The adjectives are divided into two. The first one is attributive and the second is predicative അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും ഒരാൾ പ്രസന്റ് ചെയ്യുക? ഒരാൾ പറയൂ, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കും? ഇംഗ്ലീഷിൽ പറയണം കേട്ടോ, ശ്രമിക്കുക. ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. മലയാളത്തിൽ പറയണ്ട, ഇംഗ്ലീഷിൽ പറയുക. The adjectives are divided into two, attributive and predicative അല്ലെ. ക്ലാസ്സിൽ ഇപ്പോ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാം അല്ലെ. അഡ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. എന്താണെന്ന് മനസ്സിലായി അല്ലെ? എല്ലാവർക്കും മനസ്സിലായി? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് വാട്ട് ഈസ് ആൻ അഡ്ജക്റ്റീവ്? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ അത് ഉപയോഗിക്കാം. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലെ. അപ്പൊ ക്ലാസ്സിൽ എന്ത് പറയാം? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ആൻ അഡ്ജക്റ്റീവ്സ് അല്ലെ. ചോദിച്ചൂടെ നിങ്ങൾക്ക് ക്ലാസ്സില്? പറ്റോ ഇല്ലയോ? പറ്റും അല്ലെ. അപ്പൊ കുട്ടിയോട് ചോദിക്കുക, ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ആൻ അഡ്ജക്റ്റീവ് അല്ലെ. അഡ്ജക്റ്റീവിനെ കുറിച്ച് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ കുട്ടിയോട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറയിപ്പിക്കാം അല്ലെ. അപ്പൊ ആ കുട്ടിയോട് ചോദിക്കാം, വാട്ട് ഈസ് ആൻ അഡ്ജക്റ്റീവ്? എന്താണ് അഡ്ജക്റ്റീവ്? അപ്പൊ ആ കുട്ടി എന്ത് പറയും? an adjective that defines അല്ലെ and define or modify that noun അല്ലെ. adjective എന്ന് പറയുന്നത് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു? നൗണിനെ ഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. അതിനാണ് adjective എന്ന് പറയുന്നത് കുട്ടി പറയും അല്ലെ. അപ്പോ എക്സാമ്പിൾസ് ചോദിച്ചൂടെ നമുക്ക് adjectiveന്? ഏതൊക്കെയാണ് adjective അല്ലെ? നമ്മൾ ഉദാഹരണം കൊടുത്തതിൽ നിന്ന്, എക്സാമ്പിൾ കൊടുത്തതിൽ നിന്ന് ആ കുട്ടിക്ക് അഡ്ജക്റ്റീവ് കണ്ടെത്താൻ പറ്റില്ലേ? അപ്പൊ ചോദിക്കാം അല്ലെ. can you find out? വേണമെങ്കിൽ നമുക്ക് എന്താണ് the small house എന്ന് കൊടുക്കാം. the small house
ദ ബിഗ് ട്രീ അല്ലെ, ദ ബിഗ് ട്രീ എന്ന് കൊടുത്തതിന് ശേഷം കുട്ടിയോട് ചോദിക്കാം എന്താണ്, ക്യാൻ യു ഐഡന്റിഫൈ an adjective ഫ്രം ദിസ് സെന്റൻസ് അല്ലെ, നിങ്ങൾക്ക് അഡ്ജക്റ്റീവിനെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരിക്കണം കുട്ടിയായിട്ടുള്ള നിങ്ങൾ എന്ത് ഉത്തരം പറയണം? ഏതൊക്കെയാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? നിങ്ങളാണ് കുട്ടികൾ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് പറയും? സ്മോൾ, ബിഗ് അല്ലെ, സ്മോൾ അല്ലെ, ബിഗ്, ഇതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹൗസ് എന്നത് ചേർക്കേണ്ട, ഹൗസ് എന്നത് നൗൺ ആണ് കേട്ടോ. അപ്പൊ എന്താണ്, സ്മോൾ ആൻഡ് ബിഗ് ആർ ദ അഡ്ജക്റ്റീവ്സ് ഇൻ ദാറ്റ് സെന്റൻസ് അല്ലെ. ഇൻ ദീസ് സെന്റൻസ്, ഈ സെന്റൻസില് ഏതൊക്കെയാണ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്? സ്മോൾ ആൻഡ് ബിഗ് അല്ലെ. ഇനി നമ്മൾക്ക് എന്ത് പറയാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം അല്ലെ. എന്താണ് വീണ്ടും കുട്ടിയോട് പറഞ്ഞ അഡ്ജക്റ്റീവ്സ് ആർ ഡിഫറൻഷിയേറ്റഡ് ഓർ എന്താണ്, adjectives are differentiated in two അല്ലെ, divided into two അല്ലെ. ഡിഫറൻഷിയേറ്റഡ് എന്നോ ഡിവൈഡഡ് എന്നോ അത് ചേർത്ത് കൊടുക്കാം. adjectives are divided into two, attributive and predicative. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലാസ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് സഫിയ? അപ്പൊ കുട്ടിക്ക് അങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത്. ക്ലാസ് എടുക്കുമ്പോ അങ്ങനെ തന്നെ കുട്ടിക്ക് കിട്ടണം. അപ്പൊ ഏറ്റവും ലളിതമായ രീതിയിൽ കുട്ടിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമോ അത്രയും ലളിതമായ രീതിയിൽ കുട്ടിയിലേക്ക് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ഇനി ഇന്ന കാര്യങ്ങളാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുട്ടിക്ക് അത് കിട്ടിയിരിക്കണം. ഓക്കെ, ഇനി അപ്പോ എന്താണ് ആട്രിബ്യൂട്ടീവ് എന്ന് കുട്ടി ആദ്യം പഠിക്കണം അല്ലെ. വാട്ട് ഈസ് ആൻ ആട്രിബ്യൂട്ടീവ്? എന്താണ് ആട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലെ? ഒരു അഡ്ജക്റ്റീവിനെ അത് വിശേഷിപ്പിക്കുന്ന നൗണിന്റെ തൊട്ടു മുമ്പില് അല്ലെ, അഡ്ജക്റ്റീവ് അല്ലെ, അഡ്ജക്റ്റീവിനെ എന്തിനു മുന്നിലായിട്ട് കാണുമെന്നാ പറയുന്നത്? അത് വിശേഷിപ്പിക്കുന്ന നൗണിന് മുന്നിലായിട്ടാണ് അല്ലെ. അതിനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്തായി? ഇത് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവായി. മനസ്സിലായോ? The adjectives are situating അല്ലെ, adjectives are situating in front of എവിടെ? The defining noun. മനസ്സിലായോ? adjectives are standing in front of the defining noun അല്ലെ. എന്തിനു മുന്നിലായി നിൽക്കുന്നു? ഡിഫൈൻ ചെയ്യുന്ന നൗണിന് മുന്നിലായിട്ടായിരിക്കും ആര് നിൽക്കുക? ആരാണ് നിൽക്കുന്നത്? ആട്രിബ്യൂട്ടീവ് അല്ല, അഡ്ജക്റ്റീവ് അല്ലെ. ആട്രിബ്യൂട്ട് ആവട്ടെ, അതാണ് ആട്രിബ്യൂട്ടീവ് ആണ്. അതാണ് ഇതിനെല്ലാം ഇത് മൊത്തം ചേരുമ്പോൾ ആട്രിബ്യൂട്ടീവ് ആവുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ കുട്ടിയോട് എന്ത് പറയണം? നൗൺ എന്തിനും നൗണ് തൊട്ടു മുന്നിലായിട്ട് ആരെ കണ്ടാല് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കണം. ഇൻ ഫ്രണ്ട് ഓഫ് നൗൺ that is present അല്ലെ. ആര് പ്രസന്റ് ആയിരിക്കും? അഡ്ജക്റ്റീവ് അല്ലെ. അഡ്ജക്റ്റീവ് പ്രസന്റ് ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഓർക്കണോ? മനസ്സിലായി മാം. പിന്നെ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഭാവന, സംശയമുണ്ടോ മോനെ? ഭാവന, എന്താണ് ഈ പറഞ്ഞ ആട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേ? ഇനി ഇംഗ്ലീഷിൽ സംസാരിക്കട്ടോ. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷില് ഈസി ആയിട്ട് വളരെ എന്താണ് ലളിതമായ ഇംഗ്ലീഷിൽ അല്ലേ. പറഞ്ഞോളൂ. ഭാവന എന്തായി? ഭാവന, adjectives are standing. പറഞ്ഞോളൂ ഭാവന, കേൾക്കുന്നുണ്ട് ഞാൻ. നൗണിന് മുമ്പ് കേൾക്കുന്നുണ്ട്. ഭാവന കറക്റ്റ് ആണ് ഭാവന പറഞ്ഞത്. യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്.
When an adjective is just before the noun, it is called attributive. Ma'am. അപ്പൊ ഭാവന പറയാൻ ഉദ്ദേശിച്ചതൊന്നും മലയാളത്തിൽ കേൾക്കണുണ്ടോ ഭാവന? അഡ്ജക്റ്റീവിന് നൗണ്. ഹലോ മാം, ഞാൻ പറയുന്നുണ്ട്. അഡ്ജക്റ്റീവിന് തൊട്ട് മുമ്പ് സോറി നൗണിന് തൊട്ട് മുമ്പാണ് അഡ്ജക്റ്റീവ് ചേർക്കുന്നതെങ്കിൽ അതന്നെ അല്ലെ, അഡ്ജക്റ്റീവ് ചേർക്കണം അല്ലെ. അപ്പൊ ആരെയാണ് ആദ്യം നമ്മൾ പറയുന്നത്? Adjectives are seen അല്ലെ. എവിടെ കാണപ്പെടുന്നു? Adjectives are seen ആർക്ക് മുന്നിൽ കാണപ്പെടുന്നു? In front of a noun. അല്ലെ. മുന്നിൽ എന്ന് പറയുമ്പോൾ എന്ത് ഉപയോഗിക്കണം? In front of the noun അല്ലെ കേട്ടോ. In front of the noun. Adjectives are seen in front of the noun. Such type of adjectives are called Attributive adjective. Attributive adjective. Okay. മനസ്സിലായോ? Any doubt? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. No, ma'am. No, ma'am. No, ma'am. അവിടെ ഒന്നും ഇല്ല അല്ലെ? എനിക്ക് ഇവിടെ മഴയാണ്, ഇവിടെ നല്ല മഴയാണ്. ഓക്കെ. ഇനി എന്താണ് അപ്പൊ അതിന് എക്സാമ്പിൾ പറയണ്ടേ നമ്മൾക്ക്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിന് ഇവിടെ നല്ല മഴയാണ്. അവിടെ മഴയാണല്ലേ? നല്ല മഴയാണ്, ഒന്നും കേൾക്കാനും പറ്റണില്ല. മഴ. അപ്പൊ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിന് ഒരു എക്സാമ്പിൾ പറയണ. Pretty girl. Pretty girl അല്ലെ. ഇവിടെ നൗൺ ഏതാ? Noun girl. Clear അല്ല. നൗൺ ഏതാ? വിട്ടാ കേൾക്കുന്നത്, ക്ലിയർ അല്ല. Girl is a noun. Girl. Pretty adjective. നൗൺ കേൾക്കാമോ? ഇല്ല, കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല മാം. മാം കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്?
No, ma'am. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കേൾക്കാം മാം. നോ മാം. ഇപ്പൊ കേൾക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല മാം. ഇടക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് മാം. ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇല്ല മാം. ആ, ഇവിടെ നല്ല മഴയാണ്, അതാണ് ഒരു പ്രശ്നമുള്ളത്. ആ, അപ്പൊ ഇവിടെ നൗൺ ഏതാണ്? ഒന്നും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഇപ്പോഴോ? മാം പോയോ? ഒന്നുകൂടി ജോയിൻ ചെയ്യാമോ? ഇവിടെ ഇപ്പം മഴയില്ല, മഴ തോർന്നിട്ടുണ്ട്. അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല കാറ്റാണ്. ഇല്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം മാം. കേൾക്കാം മാം. ഇപ്പൊ കേൾക്കാം. മാം കേൾക്കാം. കേൾക്കാം മാം. കേൾക്കാമോ? കേൾക്കാം മാം. കേൾക്കാം മാം. നിങ്ങൾ പറയുന്നത് മാമിന് കേൾക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നല്ല മഴയാണ്. ആ, നിങ്ങൾ പറയുന്നത് കേൾക്കാം. കേൾക്കാം. എല്ലാം ഉണ്ട് മാം. നിങ്ങൾക്ക് അവിടെ എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ട്? അതെ മാം. യെസ് മാം. മഴ നല്ല കാറ്റ്. മഴയും കാറ്റും ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ കേട്ടോ ഒരു 5 മിനിറ്റ് കൂടി. ഒരു 5 മിനിറ്റ് കൂടി എടുക്കാം കേട്ടോ ഞാൻ കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി നിർത്താം കേട്ടോ. ഓക്കെ കേട്ടോ, മാം. മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നിർത്തുന്നത് കേട്ടോ. ആ, മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചിലർക്ക് പ്രശ്നമാവും. ആ, കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? യെസ് മാം. അതെ, അട്രിബ്യൂട്ടീവ് എന്ന് പറയുന്നത് അട്രിബ്യൂട്ടീവിന് തൊട്ട് മുന്നിലായിട്ട് ഇപ്പോ പ്രെറ്റി ഗേൾ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ആ പ്രെറ്റി എന്ന് പറയുന്നതാണ് ആ കുട്ടിയെ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവണില്ലേ? പ്രെറ്റി എന്നുള്ളതാണ് ആ കുട്ടിയെ വിശേഷിപ്പിച്ചത്. ാണ് ഗീതുവിന്റെ പ്രൊഫൈല് നോക്കിയാൽ അറിയാം എങ്ങനെയുള്ള പ്രൊഫൈലാണത്, എങ്ങനെയുള്ള കുട്ടികളാണ് അതിൽ. ശ്രദ്ധിച്ചോ? നിങ്ങൾ ഗീതുവിന്റെ പ്രൊഫൈല് ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചോ ഗീതുവിന്റെ പ്രൊഫൈല്?
Yes, ma'am. Yes, ma'am. അതിൽ എങ്ങനെയുള്ള ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത്? എന്ത് കളറിലെ ഫ്ലവർ ആണ്? Pink അപ്പോ flower. എന്താണ്? പിങ്ക് ഫ്ലവർ അല്ലേ? ആ ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നൗൺ ആണ് അല്ലേ? ഫ്ലവർ ഈസ് നൗൺ അല്ലേ? ആൻഡ് കളർ which color is that flower? പിങ്ക്. ആ ഫ്ലവർ പിങ്ക് അല്ലേ? അപ്പൊ പിങ്ക് കളറായിട്ടുള്ള പൂവ് എന്നാ പറഞ്ഞത് അല്ലെ? പിങ്ക് കളർ പൂന്നല്ലേ പറഞ്ഞത്? അപ്പോ പൂവിനെ വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ്? പിങ്ക് അല്ലേ? പിങ്ക്. ഇനി ആൻഡ്രിയയുടെ ഇത് കണ്ടില്ലേ? ആൻഡ്രിയയുടെ പ്രൊഫൈലില് 2 കുട്ടികൾ നിൽക്കുന്നുണ്ട് അല്ലെ? ആ 2 കുട്ടികളിൽ ഒരാൾ എന്താണ്? ഒരാള് പൊക്കം കൂടിയതും ഒരാള് പൊക്കം കുറഞ്ഞതും ചെറിയ കുട്ടിയാണ് അല്ലെ? അപ്പോ എന്താണ്? ഒരു ടാൾ ആയിട്ടുള്ള എന്തുണ്ട് എന്ന് പറയാം? പൊക്കം കൂടിയ കുട്ടി, ആൺകുട്ടി എന്ന് നമ്മൾ എങ്ങനെ പറയും? Tall boy. ടോൾ ബോയ് അല്ലേ? അപ്പൊ ആ ബോയ് എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? Tall. ടോൾ എന്നത് അല്ലേ? ടോൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വിശേഷണം ടോൾ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? Yes, Ma'am. Yes. Yes, ma'am. മനസ്സിലായി അല്ലേ? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. നൗൺ ഉണ്ടെങ്കിൽ നൗണിന്റെ കൂടെ ആരുണ്ടായിരിക്കും? അഡ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഞാൻ ഷെയർ സ്ക്രീനിലോട്ടാണ് പോകുന്നത്. കാണുന്നില്ലേ? കാണുന്നുണ്ടോ? വൈറ്റ് ബോർഡ് കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? Yes, ma'am. ഇനി പ്രെഡിക്കേറ്റീവ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റീവിൽ വരുന്നത് വെർബ് എന്താണ്? വെർബിന് ശേഷമായിരിക്കും. വെർബിനെ അല്ലെ? ആഫ്റ്റർ ദ വെർബ് we can see a noun അല്ലെ? എന്ത് കാണാൻ പറ്റും? ഒരു നൗണിനെ കാണാൻ പറ്റും അല്ലേ? വെർബ് മാം ക്ലിയർ ആവുന്നില്ല. വിത്ത് നൗൺ Clear അല്ലേ? നൗണിന്റെ കൂടെ ആരുണ്ടായിരിക്കും? വെർബ് ഉണ്ടായിരിക്കും അല്ലെ? ഈസ് ഉണ്ടാവാം, വാസ് ഉണ്ടാവാം, പിന്നെ ആം ഉണ്ടാകാം, ആർ ഉണ്ടാകാം. ഇതൊക്കെ എന്തെന്നാണ്? വെർബുകളാണ് അല്ലെ? ഇതേപോലെയുള്ള പ്രൈമറി വെർബുകളൊക്കെ നമുക്ക് എവിടെ കാണാം? പ്രെഡിക്കേറ്റീവില് കാണാൻ പറ്റും അല്ലെ? പിന്നാണ് ഷീ ഈസ് ഫാറ്റ് അല്ലെ? അപ്പോ ഇവിടെ അവളുടെ എന്താണ് വിശേഷണം? എന്താണ് ഇവിടെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എന്തായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു? ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്തെന്നാണ്?
ഫാറ്റ്. ഇതിലെ അഡ്ജക്റ്റീവ് ഏതാണ്? ഇപ്പൊ ഞാൻ എന്താണ് ഒരു 10 മിനിറ്റ് മുമ്പ് നിർത്തിയാണ്. കാരണം ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? കേൾക്കാം മാം. കേൾക്കാം അല്ലേ? അതെ, നെറ്റ് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ. കാറ്റും മഴയും ഉണ്ട്, അതിന്റെ പേരിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് മുമ്പ് ഞാൻ നോക്കിക്കോളാം കേട്ടോ. അപ്പോ പ്രെഡിക്കേറ്റീവില് ഷീ ഈസ് ഫാറ്റ് എന്ന് പറഞ്ഞു അല്ലെ? എന്താണ്? ഷീ ഈസ് ഫാറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ എഴുതിയ വേർഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്തെന്നാ എഴുതിയത്? ഷീ ഈസ് ഫാറ്റ് എന്നാണ് ഞാൻ എഴുതിയത് അല്ലെ? ഓക്കെ അല്ലേ? എല്ലാവരും മനസ്സിലായില്ലേ അത്? അപ്പൊ ഇവിടെ അവളെ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്താണ്? ഇവിടെ എന്തായിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? ആയിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ? ഫാറ്റ് എന്നതിലാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ? ഇനി അവിടെ എന്ത് വന്നിട്ടുണ്ട്? ആ മാം ലെഫ്റ്റ് ആയല്ലോ അല്ലേ? ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. വരുവോ നോക്കാം. എനിക്ക് തോന്നുന്നു ബോർഡ് എടുത്തു കഴിയുമ്പോഴാണ് കട്ടായി പോകുന്നതെന്ന്. അതെ അതെ. ക്ലാസ് കഴിഞ്ഞാ? ഇനിയിപ്പോ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. മാമിന് വരുമെന്ന് അറിയില്ലല്ലോ. അതെ, 5 മിനിറ്റ് കൂടെ ഉള്ളു. മാമിന് വരത്തില്ലായിരിക്കും ചിലപ്പോ. 5 മിനിറ്റിനുള്ളിൽ നിർത്താന്നല്ലേ പറഞ്ഞേ? നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ചൊക്കെ എടുത്തുന്നായിരുന്നു മനസ്സിലായല്ലേ? നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റ് കൂടെ. മാമിന്റെ ക്ലാസ് പക്ഷെ നല്ലൊരു ക്ലാസ്, പക്ഷെ അത് മഴയൊക്കെ കാരണം കൊണ്ട് പകുതിയൊന്നും കേൾക്കാൻ ക്ലിയർ ആവുന്നില്ല. പഠിപ്പിക്കുന്നത് മനസ്സിലാവണൊക്കെ ഉണ്ടല്ലോ, നല്ല നീറ്റായിട്ടല്ലേ? എല്ലാം ഉദാഹരണ സഹിതം പറഞ്ഞു തരുന്നുണ്ട്, കുഴപ്പമില്ല. മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാം. കേൾക്കാല്ലേ? അപ്പോ അപ്പോ നമ്മളിവിടെ ഷീ ഈസ് ഫാക്റ്റ് എന്നാണ് എഴുതിയത് അല്ലെ? അപ്പോ ഫാക്റ്റിന് മുന്നിലായിട്ട്, ആ വിശേഷത്തിന് തൊട്ട് മുന്നിലായിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഈസ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഈസ് ആണ് എന്തെന്ന് പറയുന്നത്? വെർബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ ഏതാണ് വെർബ് എന്ന് പറയുന്നത്? ഈസ് ആണ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നൗണിന് തൊട്ട് മുന്നിലായിട്ടാണ് വെർബ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് പറഞ്ഞു രേഷ്മ. പ്രെഡിക്കേറ്റീവിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഈസോ വാസോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് പറയൂ. ആർക്കും പറയാനില്ലേ എക്സാമ്പിള്?
മാം നൗണിന് സഫിയ ഒന്ന് പറഞ്ഞു നോക്കി. നൗണിന് മുമ്പായിട്ട് വെർബ് വരും. അപ്പൊ എന്ത് വരും? ഈ ഷൂസുകളൊക്കെ എക്സ്പെൻസീവ് ആണെന്ന് എങ്ങനെ പറയും? അങ്ങനെയാണെങ്കില് the shoes are expensive. the shoes are expensive അല്ലെ? അപ്പൊ ഷൂവിനെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഷൂ എക്സ്പെൻസീവ് അല്ലെ? മുന്നിലിരിക്കുന്നു വെർബ് വന്നിരിക്കുന്നു. ആ എക്സ്പെൻസീവ് എന്നതിന് തൊട്ട് മുന്നിലായിട്ട് വെർബായിട്ട് എന്താണ്? അഡ്ജക്റ്റീവിന് മുമ്പിലായിട്ടല്ലേ വെർബ് വരുന്നത്? അഡ്ജക്റ്റീവിന് എക്സ്പെൻസീവ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്. ഞാൻ നൗൺ എന്നായിരിക്കുമല്ലേ പറഞ്ഞത്? അഡ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് എന്നത് നൗൺ ഷൂ ആണ് കേട്ടോ. ഇവിടെ ഷൂ ആണ് നൗൺ അല്ലെ? അപ്പൊ ദ ഷൂസ് ആർ എക്സ്പെൻസീവ് അല്ലെ? അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് അല്ലെ? എക്സ്പെൻസീവിന് തൊട്ട് മുന്നിലായിട്ട് കിടക്കുന്നത് എന്താണ്? ആറാണ് അല്ലെ? അപ്പോ അതുകൊണ്ട് അതിന് ഏത് പ്രെഡിക്കേറ്റീവ് എന്ന് വിളിക്കാം? ഏതാണ് അഡ്ജക്റ്റീവ്? എന്ത് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം ഇതിനെ? Predicative പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാട്ടോ. ഞാൻ ഇപ്പൊ നിർത്തിയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ഇത്. ഓക്കെ. Okay, ma'am. Okay. Thank you. Okay. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. Be careful and be safe. Okay. Good night. Thank you, ma'am. Good night, ma'am. Thank you.